നമസ്കാരം കൂട്ടുകാരെ, താളിന്തവഴയിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വാഴക്കൂമ്പും മുതിരയും വെച്ചിട്ടൊരു ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൽ മുതിര കഴുകിയിട്ടിട്ട് 5 വിസിലടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. വാഴക്കൂമ്പ് തരിച്ച് ഉപ്പെല്ലാം ഇട്ട് വിരക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ കുറച്ച് തേങ്ങ, ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് മുളക് കുഞ്ചി വെച്ചിട്ടുണ്ട്. കറിവേപ്പില, കടുക്, എണ്ണ, ഉപ്പ്, ഇത്ര സാധനം വെച്ചിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത്. വെള്ളം ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് മുതിര അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് കൂമ്പ് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം എടുക്കണമെന്നില്ല. കൂമ്പ് പിഴിഞ്ഞ് ആ കൂമ്പ് എടുത്തിട്ട് നമുക്ക് മുതിരയിലിടാം. മുതിരയിലിട്ട് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം അതിൽ കിടന്ന് വേവട്ടത്. വേവിച്ച് വെച്ച മുതിരയുടെ വെള്ളം ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെച്ചതിന് ശേഷം നമുക്ക് കൂമ്പ് തരിച്ച് ഉപ്പെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞ് കൂമ്പ് മുതിരയിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നമുക്ക് അതിലേക്ക് തേങ്ങയും ഒരു 5 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇളക്കി നല്ലൊരു വെള്ളമെല്ലാം വറ്റി നല്ലൊരു പരുവത്തിലായി എന്ന് പറയുമ്പോൾ നമുക്കത് ഇറക്കി വെക്കാം തീമെന്ന്. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ ലേശം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കരിയാണ്ടിലും ഇട്ട് കൊടുത്ത് നല്ല ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് മുളക് കുഞ്ചി വെച്ചിട്ടുള്ള മുളക് എടുത്തിട്ട് ആവശ്യത്തിന് എരിവിൽ അനുസരിച്ചിട്ട് മുളക് ഇടാം. അത് നല്ല സാധനം നല്ല പരുവത്തിലായി നമുക്ക് വാങ്ങാം. അതിലേക്ക് വറുത്തിട്ടിട്ട് നമുക്ക് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം അത് മൂടി തുറന്ന് ഇളക്കിയാൽ മതി. വറുത്തിട്ട് കഴിഞ്ഞ പാടിനെ ഇളക്കുമ്പോൾ അതിൻ്റെ നല്ലൊരു മണമെല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അടച്ച് വെച്ച് 2 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് ഇളക്കുകയാണ്. മുതിരയും വാഴക്കൂമ്പ് ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദിലൊരു കറിയാണിത്. ഈ മുതിര വേവിച്ച വെള്ളം കൊണ്ട് നമുക്ക് നല്ലൊരു രസം ഉണ്ടാക്കാം.